അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എളാപ്പാൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെയാണ് ഞാൻ എണീച്ചിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിങ്ങനെ നോക്കുകയാണ്. ഞാൻ പൽപ്പൊടി തിരഞ്ഞു നോക്കിയാണ് കേട്ടോ. അപ്പോൾ പൽപ്പൊടിയൊന്നും കിട്ടില്ല. അതിൽ പിന്നെ അങ്ങനെ ഉള്ളു കൊടുത്ത് പേസ്റ്റ് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉള്ളു കൊടുത്തത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നോക്കിയപ്പം നല്ല മഞ്ഞുണ്ട് കേട്ടോ. കോട മൂടിക്കണുണ്ട്. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ കുഞ്ഞാമ്മ അടുക്കളയ്ക്ക് വന്നു. നമുക്ക് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വിറക് ഇത് അടുത്തോണ്ട് വരുന്നുണ്ട്, തീ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചായക്ക് കടി പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞാമ്മ ഒരുങ്ങാണ്. അപ്പം അങ്ങനെ കുറച്ച് പത്തിരി ഉണ്ടാക്കുക, വേറെ എന്തെങ്കിലും കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടിയിട്ടോ. തീ ഇങ്ങോട്ട് കത്തി നീങ്ങിയപ്പോൾ താത്ത തീയൊക്കെ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട്, എനിക്ക് കാൽ ചായ ഇടയ്ക്കൊന്ന് ഉള്ളൊരു സ്വഭാവമാണ്. ഇങ്ങനെ കുടിച്ച് ശീലമായാൽ പിന്നെ അത് നിർത്താൻ കഴിയില്ല. അപ്പോൾ എനിക്ക് എണീറ്റാൻ പാട് ഞാൻ വേഗം 2 ഗ്ലാസ് ചായ ദിലൂനും വേണം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും ഞാൻ ചായ ഉണ്ടാക്കി. പിന്നെ കുഞ്ഞാമ്മ പൊടിയൊക്കെ കുഴച്ച് തന്നു. പിന്നെ ഞാനും താത്ത പരത്തി ഓള് കുറച്ച് പരത്തി ഇങ്ങനെ ഉരുളാക്കി തന്ന് ഞാൻ അതിങ്ങനെ പ്രസ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ പൊടി തട്ടലും പ്രസ്സിങ്ങും ഒക്കെ ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതിന് കുഞ്ഞാമ്മ കറി ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി പിന്നെ അതാ കറി അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് പത്തിരിയും ചുടുന്നുണ്ട്. അപ്പോൾ ചിക്കനോണ്ട് സ്റ്റൂ ആണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഒത്തിരി സിങ്കിൽ പാത്രം നിറഞ്ഞു. അപ്പോൾ ഞാനിതാ പാത്രങ്ങളൊക്കെ കഴുകിയിരിക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകി അവിടെ നിന്ന് തുടച്ച് ക്ലീനാക്കിയിട്ടു. ആദ്യം ചെറിയ കുടുക്ക വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചോറ് തിന്നിട്ടാണ് പോകണേന്ന് അങ്ങനെ തീരുമാനമായപ്പം പിന്നെ കുടുക്കയൊക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞി കുടുക്കയിൽ ഫുള്ള് എല്ലാവർക്കും കൂടെ ഉള്ള ചോറ് കൊള്ളൂലല്ലോ. അപ്പോൾ അങ്ങനെ കുടുക്ക മാറ്റിയിട്ട് ഇതാ തീയൊക്കെ നന്നായിട്ടൊന്ന് കത്തിച്ച് അടുപ്പത്തേക്ക് വെക്കണം. കുടുക്ക അടുപ്പത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് തീയൊക്കെ നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ചുരിദാർ നിങ്ങൾ കാണാത്തതാവൂലേ? അപ്പോൾ ഇത് ബാസി കൊണ്ടുവന്നാണ് കേട്ടോ. ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതേനി. അപ്പോൾ അന്ന് ഇത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലേനി. പക്ഷെ ഞാൻ അതിട്ട് ചെന്നപ്പോൾ കുഞ്ഞാമാർക്കും താത്താക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതാണ് നല്ല ലുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ അഭിപ്രായം എന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ആകെ പൊടി ചാടിയിട്ടുണ്ടേനി. അപ്പോൾ അതൊന്ന് തട്ടിയെടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഇരുന്നിക്കണേ. ഞങ്ങളിതാ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പൊറോട്ടയും കൂടെ കൊണ്ടിരിപ്പിച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കുടിച്ചപ്പോൾ നിജുവിന് ശരിക്ക് കൂടിയൊന്നും റെഡി ആയിട്ടില്ല ഇനി. അപ്പോൾ ഞാൻ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മെല്ലെ മക്കൾ ആപ്പിൾ ചാമ്പൊക്കെ എടുക്കാൻ തന്നെ മേലേക്ക് കയറിയ പോലെ കൂടെ കയറിയതാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ജാസിൻ്റെ ഒരുപാടുണ്ട്. ഒക്കെ സോപ്പ് വെള്ളത്തിൽ ഇട്ടെടുക്കുകയാണ്. താത്തയുടെ പയറരിയുന്നുണ്ട്. വീണ്ടും കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എളാപ്പം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. കുഞ്ഞാമ്മ വെള്ളമൊക്കെ ചൂടാറി കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കൊക്കെയുള്ള പരിപാടിയാണ്. അപ്പോൾ കുഞ്ഞാമ്മ ബീഫുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാണ്. പിന്നെ കുട്ടികൾ കടയിൽ പോയിട്ട് സിപ്പപ്പൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുക്കറിലുള്ളത് കുമ്പളങ്ങ കറിയാണ്. അടുപ്പത്ത് ബീഫും വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ മുറ്റത്ത് നല്ല കളിയും അടിയും പിടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് കിണറിൻ്റെ ഷേപ്പ് ഉണ്ട്, ഞങ്ങൾ D ഷേപ്പില്ലേ.
അപ്പം അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇഷുമോളും കൂടി സിറ്റ് ഔട്ട് കൊടുക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ ഇന്നലെ രാത്രി ഇങ്ങോട്ട് അകത്ത് കയറിയതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. അപ്പോൾ മക്കൾ മൂന്നും പള്ളിയിൽ പോയതാണ്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി ഇഷുവിൻ്റെ മുടിയൊക്കെ ഉണങ്ങിയിട്ട് വേണം മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാൻ. പിന്നെ കുഞ്ഞാമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ പപ്പടമൊക്കെ പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഇഷുവിനൊക്കെ ചോറ് കൊടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ എന്നിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. അപ്പോൾ കുഞ്ഞാമ്മ ഇതാ ടേബിൾ മേലൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ കാണാതായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. അതിൽ പിന്നെ ഒരു വന്നു. പക്ഷേ ഓൽക്കപ്പം ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഒരു കുറച്ച് ടൈം കളിച്ചിട്ടൊക്കെ കഴിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ. ജലദോഷം പിടിച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സൗണ്ട് അങ്ങനെ അടഞ്ഞ് പോവുകയാണ്, ക്ഷമിക്കണം. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ കുറച്ച് ടൈം കഴിഞ്ഞപ്പം എളാപ്പ വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ കുഞ്ഞാമ്മ അവിടെ കമ്പനിക്ക് ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ താത്തയും മോളും ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പുറത്ത് വന്നിരിക്കുകയാണ്, ഐസ്ക്രീം കഴിക്കാൻ കേട്ടോ. അപ്പോൾ അവർക്ക് ഇപ്പം പള്ളിയിൽ നിന്ന് പോന്നപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മക്കളെ ചോറ് തിന്നിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പം ഞാനിതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോണും കൊണ്ട് വട്ടം ചുറ്റുകയാണ് കേട്ടോ. അതിൽ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലത്തെ ബിരിയാണി ബാക്കിയുണ്ട്. ഇനി അപ്പോൾക്ക് മൂന്നാൾക്കും അത് മതി പറഞ്ഞപ്പോൾ പിന്നെ അത് കൊടുത്തിട്ടോ. പിന്നെ മക്കൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് വീട്ടിൽ പോകാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഓട്ടോറിക്ഷയിൽ കൊള്ളൂലേ. അപ്പോൾ താത്ത ആദ്യം പോവുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ടെറസിൻ്റെ മേലെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുട്ടികളതൊക്കെ വേഗം ഉണങ്ങിക്കോട്ടെ വിചാരിച്ച് നിലത്തെ ഇട്ടീനത്. അപ്പോൾ ഉണങ്ങിയതൊക്കെ നുള്ളിപ്പൊറുക്കി ഇങ്ങനെ പോരുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാമതാ പോകാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഞാൻ പിന്നെ വീട്ടിലേക്കുള്ള ഈ ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് ടൈം നമ്മളവിടെ ഇങ്ങനെ ഇരുന്നിട്ടോ. അപ്പോൾ ഈ ബാഗ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെ നിന്ന് വാങ്ങിയതാണെന്നൊക്കെ. അപ്പോൾ ഈ ബാഗ് ഞാൻ ഊട്ടിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോയിനി, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, എൻ്റെ ഫോണിലുണ്ട്, ഇടണം ഇൻഷാ അല്ലാഹ്. അപ്പം അന്ന് 160 രൂപയ്ക്ക് വാങ്ങിയ ബാഗാണ്. നല്ല ഒരു ഉപകാരമുള്ളൊരു ബാഗാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ കൊള്ളും. എൻ്റെതും മക്കളതും മൂന്നാളതും ഒരു 2-3 ദിവസത്തിന് വീട്ടിലേക്ക് പോരുകയാണെങ്കിൽ കൊള്ളാൻ പറ്റിയ ബാഗാണ് കേട്ടോ. അപ്പം ഇനി ഊട്ടിക്കൊക്കെ പോകുന്നവർ ഇങ്ങനത്തെ ബാഗ് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കൊള്ളി കേട്ടോ. പിന്നെ അവിടെ ഇരുന്നതാ കുറച്ച് ടൈം പുളിച്ചിത്തരൊക്കെ കാട്ടി ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇതാ അപ്പോൾ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങാണ്. ഇനി വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കളൊക്കെ വേഗം വണ്ടി കയറിയിട്ട് ഇഷുമോളും നീച്ചിട്ടനൊക്കെ. അപ്പോൾ മറ്റൊരു ഇതായിട്ട ഡ്രസ്സുമ്മ തന്നെയാണ് പോരുന്നത്. പിന്നെ ഇത് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇതിന് താത്തകൾ ആദ്യം പോന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഓൾക്ക് കൊണ്ടുപോകാനുള്ള സാധനം ഇതൊക്കെ എടുത്ത് വെച്ച്. പിന്നെ കുട്ടികൾ ഇറങ്ങണില്ല, ഓല് വണ്ടിയിൽ നേരെ പോവുകയാണ്.
അപ്പം അങ്ങനെ ഓലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം കയറി വരികയാണ്. അപ്പോൾ സ്റ്റെപ്പ് വന്ന് ഓടി കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം വേഗം പോരുന്ന നമ്മളെ പൂച്ചക്കുട്ടിനെ കാണാനാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രിനെ കൊണ്ടുപോകാതല്ലേ പോയത്. അപ്പം ഉമ്മ രാത്രി ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അമ്മ അതിന് ഫുഡൊക്കെ കൊടുത്തീനി. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ വരുവോളം ഇപ്പോൾ ഈ വൈകുന്നേരം ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം വരെ അതിന് 2-3 നേരം ഉമ്മ ഭക്ഷണം കൊടുത്തത് ചെയ്തിരുന്നു. പക്ഷേ അതിനെ കൂട്ടുന്നത് വിട്ടിട്ടില്ലേനി കേട്ടോ. അപ്പം അങ്ങനെ കൊട്ടയിലാക്കി വെച്ച്